പനി ബാധിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. പനിയും ഛർദിയുമായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ടെമ്പറേച്ചർ പോലും പരിശോധിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. കഴിഞ്ഞ ദിവസം മോന് പനി അധികമായിട്ട് രാത്രി ഒരു 1 മണി 1:30 സമയത്ത് ഞങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ തീർത്തും അവിടെ നിന്നൊരു എന്താ പറയുക, ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും പെരുമാറ്റം ഉണ്ടായത്. പനി പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അവർ രാവിലെ എഴുതിയ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഒന്ന് നോക്കുപോലും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടല്ല, 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഷാരിഖ് നവാസ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷാരിഖ്, ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ആദ്യമായല്ല ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നതുകൂടി പറയുന്നുണ്ടല്ലേ? തീർച്ചയായും മസിദ, അതായത് ഇതിനു മുൻപും അവർക്ക് തന്നെ ഇത്തരത്തിൽ മോശമായ അനുഭവം നേരിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തവുമാണ്. അത്തരത്തിൽ ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് 7 വയസ്സുകാരനുമായി മകനുമായി ഈ യുവദമ്പതികളായ രേഷ്മയും നിതീഷും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ഈ മകന് കടുത്ത പനിയും അതുപോലെ തന്നെ ഛർദിയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇത് കാണിക്കുന്നതിനായാണ് അവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. അവിടെ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഈ മുൻപ് അതായത് ഒരു പീഡിയാട്രീഷ്യൻ എഴുതി കൊടുത്ത കുറിപ്പടി മാത്രം നോക്കി ശേഷം ഈ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്നും ഈ കുട്ടിയുടെ ടെമ്പറേച്ചർ പോലും പരിശോധിക്കാതെയാണ് ഇവരെ വിട്ടയച്ചത്. മാത്രവുമല്ല, ഇവരെ ഏറെ നേരം അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നും പറയുന്നുണ്ട്. കാരണം ഒരു 1:30 മണിക്കൊക്കെ ഒരു രോഗിയുമായി പോകുമ്പോൾ അവർ ഏറെ പ്രതീക്ഷയോടെയായിരിക്കും ആ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. കാരണം പെട്ടെന്ന് തന്നെ ചികിത്സ ലഭ്യമാകും, അല്ലെങ്കിൽ മരുന്നൊക്കെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും അവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായാണ് അവർക്ക് അനുഭവം നേരിടേണ്ടി വന്നത്. അവരുടെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവമാണ് നേരിട്ടതെന്ന് ദമ്പതികൾ പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തായാലും ഇവർക്കെതിരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് നടപടിയും അതുപോലെ തന്നെ അന്വേഷണവും ഉണ്ടാകുമെന്നും സൂപ്രണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പനി കാലഘട്ടത്തിൽ ഇത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥ നേരിടേണ്ടി വരുന്നത് വലിയ കഷ്ടം തന്നെയാണ്. കാരണം ഏത് പനിയാണ് എന്ത് പനിയാണ് എന്ന് പോലും ആൾക്കാർക്ക് കഴിയാത്തൊരവസ്ഥയാണ്. പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അത് എത്തരത്തിലുള്ള പനിയാണെന്ന് പോലും കണ്ടെത്താൻ പറ്റുള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിൽ ചികിത്സാ നിഷേധവും അതുപോലെ തന്നെ അവഗണനയും ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. മാത്രമല്ല, കുഞ്ഞിന് 7 വയസ്സ് മാത്രമാണ് പ്രായം, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇതേ കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ ഇതേ കുടുംബത്തിന് തന്നെ മുൻപും സമാന ആശുപത്രിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി പറയുന്നുണ്ട്. അത് അന്വേഷിക്കണം, അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ അറിയൂ എന്നുള്ളതാണോ സൂപ്രണ്ട് വിശദീകരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ ആ കുടുംബം നൽകിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെ സാഹചര്യത്തിലാണുള്ള പരാതിയാണ് ആ കുടുംബം നൽകിയിരിക്കുന്നത്. മുൻപുണ്ടായ അനുഭവങ്ങൾ അവർ എടുത്തു പറഞ്ഞു, അത് ഫേസ്ബുക്കിൽ കുറിച്ചു എന്ന് മാത്രമാണ് ദമ്പതികൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും മുൻപും ഇത്തരത്തിൽ സമാനമായ അനുഭവം നേരിട്ടത് കൊണ്ട് കൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ പ്രതികരിക്കാൻ തന്നെ തയ്യാറായത് എന്നുകൂടെ ആ കുടുംബം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു കഷ്ടം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുമായി 1:30 മണിക്കൊക്കെ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിൽ ചികിത്സാ നിഷേധം അല്ലെങ്കിൽ ഒന്ന് ടെമ്പറേച്ചർ പോലും പരിശോധിക്കാതെ മടക്കി അയക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ്. കാരണം കടുത്ത പനിയും ഛർദിയുമായിട്ടാണ് ആ കുട്ടി പോയത്. ഏറെ അവശതയോടെയാണ് 7 വയസ്സുകാരൻ ആശുപത്രിയിൽ എത്തിയത്. അപ്പോൾ ഒന്ന് പനി പരിശോധിക്കാതെ തിരിച്ചയക്കുക എന്ന് പറയുന്നത് വലിയ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ്. മനസ്സിലാക്കുന്നത് ആദ്യം ഒരു തവണ കുട്ടിയുമായി എത്തിയിരുന്നു, പക്ഷേ മരുന്ന് വാങ്ങി തിരിച്ചു പോകുന്നു. പിന്നീട് അത് പനി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് വീണ്ടും എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ പരിശോധിക്കാതെ മുൻപ് കൊടുത്ത മരുന്ന് തന്നെ തുടർന്നാൽ മതി എന്ന് ഇവർ പറഞ്ഞതിന്റെ കാരണം അതെന്താണ് ഷാരിഖ്? അത് എങ്ങനെ ഈ കുടുംബവുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരിശോധിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ചോദിച്ചിട്ടുണ്ടാകണമല്ലോ കുട്ടിയുടെ രക്ഷിതാക്കൾ. അപ്പോൾ എന്താണ് അവർ മറുപടി പറഞ്ഞത്? അതായത് അവർ പറയുന്നത് ഇത്തരത്തിലാണ്. പീഡിയാട്രീഷ്യനെ മുൻപ് കാണിച്ചിരുന്നു. കുട്ടിക്ക് പനി ഉണ്ടായിരുന്നപ്പോൾ പീഡിയാട്രീഷ്യനെയാണ് പീഡിയാട്രീഷ്യനെ കാണിച്ചിരുന്നു. അപ്പോൾ ഒരു മരുന്ന് കുറിപ്പടി നൽകിയിരുന്നു. ആ കുറിപ്പടി തന്നെയാണ് ഈ ഡ്യൂട്ടി ഡോക്ടറെയും കാണിച്ചത്. ആ മരുന്ന് തന്നെ ഫോളോ ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഒരു ഡ്യൂട്ടി ഡോക്ടറാണെങ്കിൽ പോലും ഒരു പനി പരിശോധിക്കുക, ടെമ്പറേച്ചർ പരിശോധിക്കുക എന്നത് പ്രാഥമിക ഒരു നടപടിയാണ്. അത്തരത്തിൽ ആ പ്രാഥമിക നടപടി പോലും ചെയ്തില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. ആ ടെമ്പറേച്ചർ പരിശോധിക്കാതെ അല്ലെങ്കിൽ കുട്ടിയുടെ നിലവിലെ
നിലവിലെ അവസ്ഥ, ആരോഗ്യസ്ഥിതി എന്താണെന്ന് പോലും പരിശോധിക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാതെയാണ് ഇവരെ പറഞ്ഞയച്ചു വിട്ടത്. അത്തരത്തിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്നും അവർക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല 3/4 മണിക്കൂറോളം ഇവർ കാത്തുനിന്നു എന്ന് പറയുന്നു. കാരണം 1:30 മണിക്കൊക്കെ നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ട ഒരു നടപടിയുണ്ട്. മാത്രവുമല്ല അത്ര വലിയ തിരക്കുണ്ടാകാത്ത ഒരു താലൂക്ക് ആശുപത്രിയിലാണ് അവർ എത്തിച്ചേർന്നത്. അത്തരത്തിൽ ആ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വലിയ മോശം അനുഭവമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. മുമ്പുള്ള ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതി, മറ്റു പരിശോധനകളൊന്നും ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് ഇവർക്ക് നൽകിയ മറുപടി എന്ന് ആ കുടുംബം പറഞ്ഞു വെക്കുന്നുണ്ട്. അസിത, ശരി, ഷാരിഖ് നിവാസാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായ പരാതിയാണ് 7 വയസ്സുകാരനുമായി എത്തിയ കുടുംബം ഉന്നയിക്കുന്നത്. ആദ്യം ഒരു തവണ കാണിച്ചിരുന്നു ആശുപത്രിയിൽ, പിന്നീട് പനി മൂർച്ഛിച്ചാണ് വീണ്ടും എത്തിയത്. പക്ഷേ ഡോക്ടർമാർ പരിശോധിക്കാൻ തയ്യാറായില്ല. ആദ്യം നൽകിയ മരുന്ന് തന്നെ തുടർന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.